കേരളത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥയുമായി ബന്ധപ്പെട്ട് റോഡുകളിൽ യാത്ര ചെയ്യുന്നതിന്റെ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന റോഡ് അപകടങ്ങളൊക്കെ സംബന്ധിച്ചൊക്കെ ധാരാളം പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം പലരും പങ്കുവെക്കുന്നുണ്ട്. അതിലേറ്റവും മികച്ചത് എന്ന് തോന്നിയൊരു പാട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ഒന്ന് കേട്ട് നോക്കൂ. കുണ്ടോട് കുണ്ടി കുണ്ടിൽ മുഴുവൻ ചളിയും പിളിയും കുണ്ടില് വീണ പിന്നെ ജീവിതം കുണ്ടാ മണ്ടി മണ്ടിപ്പാനോടിക്കോളി കുണ്ടിൽ വീഴാണ്ട് മണ്ടിപ്പാനോടിക്കോളി കുണ്ടിൽ വീഴാണ്ട്. ഈ പാട്ട് വെറുതെ കേട്ട് പോകുന്നതിലപ്പുറം നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലെ റോഡാണ്. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ വില കൊടുത്ത് വാങ്ങിക്കുന്ന വാഹനം, പുതുപുത്തൻ വാഹനം ഈ റോഡിലൂടെയാണ്, ചളിക്കുണ്ടിലൂടെയാണ് നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഗതികെട്ട ഒരു സമൂഹമാണ് നമ്മുടെ എന്നുള്ളത്. ഈ ഗതികേട് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്, നമ്മൾ പ്രതികരിക്കാത്തത് കൊണ്ടാണ്. വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് രൂപ അവർ ടാക്സ് ഇനത്തിൽ കൊടുക്കുന്നുണ്ട്. ഒരു വാഹനം നമ്മൾ വാങ്ങിക്കുമ്പോൾ എത്ര രൂപ റോഡ് ടാക്സ് നിങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇൻഷുറൻസിൽ എത്ര തുക ടാക്സ് ആയിട്ട് പോകുന്നുണ്ട് അറിയോ? നിങ്ങൾ ഡെയിലി നിറക്കുന്ന എണ്ണ, പെട്രോളോ ഡീസലോ ആവട്ടെ, അതിൽ എത്ര ശതമാനം നിങ്ങൾ ടാക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നോ അറിയോ? നിങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ധനവിലയുടെ ഇരട്ടി ടാക്സ് ആയിട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. 50 രൂപക്ക് വാങ്ങിക്കേണ്ട എണ്ണയാണ് നമ്മൾ 110 രൂപക്ക് കൊടുക്കുന്നത്. ഈ ബാക്കി വരുന്ന തുക ടാക്സ് ആണ്. ഇത്രയധികം ടാക്സ് നമ്മൾ കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ അവകാശത്തെക്കുറിച്ച് ബോധമില്ലാതിരിക്കുന്നത്? ഈ റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? നോക്കൂ, എത്രമാത്രം അപകടങ്ങൾ നമ്മുടെ റോഡിൽ സംഭവിക്കുന്നുണ്ടെന്നറിയോ? ഇതേപോലെ ഉത്തരവാദിത്വമില്ലാതെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന, അശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന, തകർന്നിരിക്കുന്ന റോഡുകളിലാണ് ഈ അപകടങ്ങൾ അത്രയും സംഭവിക്കുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ പ്രതി എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ ഈ റോഡ് നിർമ്മിക്കുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരുമാണ് ഈ അപകടങ്ങളുടെയൊക്കെ പ്രധാന ഉത്തരവാദികൾ. യഥാർത്ഥത്തിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ നമുക്ക് അങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമോ അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന ഒരു സംഘടന, പ്രബലമായ ഒരു സംഘടനയോ ഇല്ലാത്തത് കാരണമാണ് ഈ സംഗതികളൊക്കെ ഈ തരത്തിൽ നടന്നു പോകുന്നത്. അതങ്ങനെ നടന്നാൽ പോരാ. നമ്മുടെ സംസ്ഥാനത്ത് റോഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ മാറ്റം കൊണ്ടുവരണം. വാഹന ഉടമകളുടെ അടിസ്ഥാന അവകാശം എന്ന നിലയിൽ മികച്ച റോഡുകൾ, യൂറോപ്പിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള മികച്ച റോഡുകൾ നമുക്കും വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള, അവോക്ക് എന്നൊരു സംഘടന ഞങ്ങൾ കുറച്ച് പേര് കൂടെ രൂപീകരിച്ചിരിക്കുന്നത്. അതിപ്പം സംസ്ഥാന വ്യാപകമായിട്ട് പടർന്നുകൊണ്ടിരിക്കുകയാണ്. വാഹന ഉടമകൾ സംഘടനയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളും സംഘടനയിൽ അംഗത്തൊടുക്കുക. അവോക്ക് കൃത്യമായ സമര പരിപാടികളുമായി, അതേപോലെ നിയമ പോരാട്ടങ്ങളുമായി നിലവിൽ നടക്കുന്ന റോഡ് നിർമ്മാണത്തിലെ കൊടിയ അഴിമതികളും അശാസ്ത്രീയതയും കോടതികളുടെ മുമ്പിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. നിങ്ങളുടെ കൂടെ പിന്തുണ വേണം. സംഘടന ശക്തിപ്പെടുമ്പോഴാണ് അതിൻ്റെ പോരാട്ടങ്ങൾക്ക് വീര്യമേറുകയും അത് ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുഴുവൻ വാഹന ഉടമകളും അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയിൽ മെമ്പർഷിപ്പ് എടുക്കുക, സംഘടനയെ ശക്തിപ്പെടുത്തുക. ഇത് റോഡുകൾ കൊണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ല. വാഹനങ്ങളും റോഡുകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. വാഹനോടമകളെ ചൂഷണം ചെയ്യുന്ന വിവിധ ഘടകങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഡീലേഴ്സ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനികളുണ്ട്, സർവീസ് സെൻ്ററുകളുണ്ട്, ഗവൺമെൻറ് അതോറിറ്റികളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് നിലനിർത്താൻ കഴിയണം. വാഹനോടമകളെ നെഞ്ചത്ത് കയറുന്ന പരിപാടി അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയണം. വാഹനോടമകളെ ചൂഷണം ചെയ്യുന്ന പരിപാടി നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയണം. അതുകൊണ്ട് വാഹനോടമകൾ മുഴുവൻ അവോക്ക് മെമ്പർഷിപ്പ് എടുക്കുക. നമുക്ക് ഈ സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. സംഘടന നിങ്ങൾക്ക് മികച്ച റോഡുകൾ ഈ കേരളത്തിൽ, നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറകൾക്കെങ്കിലും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്ന റോഡുകൾ ഈ സംസ്ഥാനത്ത് പ്രദാനം ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങൾ സംഘടനയെ ശക്തിപ്പെടുത്തുക. നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാം നമ്മുടെ നാട്ടിൽ. താങ്ക് യു.